ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി സിദ്നി ഇൽമ അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഅനി വസിദ്നി ഇൽമ. പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ നമ്മളിന്ന് പുണ്യ റമളാൻ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ മാസം, അതിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഞാൻ ഇവിടെ പറയുന്ന ആ ഒരു സബ്ജക്റ്റ് നനവ് പറ്റി നമ്മുടെ മനുഷ്യ ബന്ധങ്ങളെ കുറിച്ചിട്ടാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹവും സമസൃഷ്ടികളോടുള്ള ഒരു സ്നേഹവും ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം എത്രത്തോളാണോ അതുപോലെ തന്നെയാണ് സഹസൃഷ്ടികളോടുള്ള നമ്മുടെ സ്നേഹവും. അത് രണ്ടും ഈക്വൽ പാർട്ടാണ്. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ ഒന്ന് അവിടെ നിലനിൽപ്പില്ല, അല്ലെ? അത് രണ്ടും കംപ്ലീറ്റ് ആവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു ഇസ്ലാം പൂർണ്ണമാകുന്നുള്ളൂ. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അള്ളാഹുവിനുള്ള ഒരു ഇബാദ നമ്മൾ അവിടെ പൂർത്തിയാക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം നമുക്ക് എത്രമാത്രമാണോ അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ സഹസൃഷ്ടികളോടും നമുക്കുണ്ടാകുന്ന ആ ഒരു സ്നേഹം. അപ്പോൾ നമുക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം. അൽ ഖലഖു കുല്ലുഹും ഖിയാലുല്ലാഹി വ അഹബ്ബൽ ഖൽഖി ഇലല്ലാഹി അൻഫഉഹും ലിഖിയാലിഹി. സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിൻ്റെ കുടുംബമാണ്. അവൻ്റെ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാരോ അവരത്രേ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവര്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെ, സഹസൃഷ്ടികളോടുള്ള ഒരു ബന്ധം എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നാണ് നമുക്ക് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? സൃഷ്ടികൾ മുഴുവൻ അള്ളാഹുവിൻ്റെ കുടുംബമാണ്, അല്ലെ? അവൻ്റെ ആ ഒരു കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാരാണോ, അല്ലെ, അവരാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവര്, അല്ലെ? അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവര് നമ്മൾ സഹസൃഷ്ടികളോട് നമ്മൾ ഏറ്റവും നന്നായിട്ട് പെരുമാറുന്നത്, അല്ലെ? അവർക്ക് ഏറ്റവും നന്നായി ഉപകാരം ചെയ്യുന്നവര്, അല്ലെ? അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരിഗണിക്കുന്നത്, അല്ലെ? അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ മാറുന്നത്, അല്ലെ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ ബന്ധങ്ങൾ, അല്ലെ, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, അല്ലെ? നമ്മൾ എന്നിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ന്യൂസുകളും വളരെ പ്രയാസമുള്ള ന്യൂസുകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മുടെ ഈ ഒരു തലമുറ വളരെയധികം നമുക്കത് ഉൾക്കൊള്ളാൻ തന്നെ കഴിയാത്തൊരു തരത്തിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നമുക്ക് അതിൻ്റെ ഒക്കെ ഒരു ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ആ ഒരു ഷോക്ക് നമ്മൾക്ക് വിട്ടുമാറിയിട്ടില്ല, അല്ലെ? അങ്ങനെയുള്ള ഒരു ഭയങ്കര ദാരുണമായിട്ടുള്ള മരണങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും, അത് അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. ഓരോ ദിവസവും നമ്മളിതിങ്ങനെ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പുതിയ പല തരത്തിലുള്ള മരണങ്ങൾ, അല്ലെ? നമുക്കൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തിനാണ് അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു റീസൺ പോലും നമുക്ക് അതിന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ചെറിയ നിസ്സാര കാരണങ്ങൾക്കാണ് നമ്മുടെ ഓരോ മരണങ്ങൾ, അല്ലെ? അത് അവർക്ക് തന്നെ അറിയുന്നില്ല അത് എന്തിനാണ് എന്നുള്ളത് അവർക്ക് പോലും അറിയാത്ത അങ്ങനെയുള്ള ചെറിയ ഇഷ്യൂസിന്റെ പേരിലാണ് ഇങ്ങനെ വലിയ അല്ലെ നീചവൃത്തികളിലേക്ക് ചെന്നെത്തുന്നത്. സുബ്ഹാനല്ലാഹ്. അതായത് ഇവിടെ ഈ ഒരു ബന്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം, അല്ലെ, അനുരാഗമൊക്കെ, ആ അള്ളാഹുവിനോടുള്ള ഒരു ഹുബ്ബുണ്ടല്ലോ, ആ ഒരു മുഹബ്ബത്ത് ഉണ്ടല്ലോ, അത് നമ്മുടെ സൃഷ്ടിജാലങ്ങളോടുള്ള ആ ഒരു കാരുണ്യവും അലിവുമായിട്ടാണ് മാറുന്നത്. നമ്മുടെ സഹസൃഷ്ടികളോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു കരുണ ഉണ്ടല്ലോ, ആ ഒരു കാരുണ്യം ഉണ്ടല്ലോ, നമ്മൾ അവരെ ആ ഒരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ, നമുക്ക് നമ്മൾ എന്തെങ്കിലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്ന ഒരു ഹുബ്ബും മുഹബ്ബത്തുമാണ്. അള്ളാഹുവിനോടുള്ള ഒരു ഹുബ്ബ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവരൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാനും അവിടെ നമുക്ക് കാരുണ്യം, അല്ലെ, അവരോടുള്ള ഒരു കരുണയൊക്കെ നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോടുള്ള ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്കത് അവിടെ സംഭവിക്കണത്, അല്ലെ? ഇനി ഒരു വ്യക്തി
അള്ളാഹുവിനോട് അകലും തോറും അല്ലെ, അള്ളാഹുവിനായിട്ടുള്ള അകലും തോറും അവന്റെ സൃഷ്ടികളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു കാര്യമാണ്. നമ്മൾ അള്ളാഹുവിനായിട്ട് ഇങ്ങനെ അകന്നു പോകുമ്പോൾ അല്ലെ, നമ്മളെ സഹസൃഷ്ടികളോട് നമ്മളിങ്ങനെ അകന്നുകൊണ്ടേയിരിക്കും അല്ലെ. ഇപ്പൊ നമ്മള് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ അതാണ് അല്ലെ. അള്ളാഹുവിനായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ഇല്ലാതാവുമ്പോഴാണ് ഇങ്ങനെയുള്ള നീച വൃത്തികളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പം അള്ളാഹുവിനായിട്ടുള്ള കണക്ഷൻ ഇല്ലാതാവുമ്പം പിന്നെ നമ്മളിൽ ആ ഒരു കണക്ഷൻ ഏത് തരത്തിലാണ് ഉണ്ടാവുക അല്ലെ? ശൈത്താനായിരിക്കും അല്ലെ, ഇബ്ലീസ് ആയിരിക്കും. ആ ഒരു അള്ളാഹുവിനായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ ഇല്ലാതാവുമ്പോൾ, ആ ഒരു കണക്ഷൻ നമ്മളിൽ നിന്ന് വേർപെടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അവിടെ ആരാണ് ആ ഒരു കണക്ഷൻ പിന്നെ നമുക്ക് ഉണ്ടാവുന്നത്? ഇബ്ലീസ് ആയിരിക്കും അല്ലെ, ഷെയ്ത്താനായിരിക്കും. ആ ഷെയ്ത്താന് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു മനുഷ്യന് ഒരിക്കലും എന്താണ് ഒരു സപ്പോർട്ട് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന് ഒരു സപ്പോർട്ട് വേണം അല്ലെ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ആരാണ്? ഇബ്ലീസ് ആണ് അല്ലെ. ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള ഈ ഒരു കണക്ഷൻ അവിടെ വേർപെടുമ്പോൾ പിന്നെ അവിടെ ആ ഒരു കണക്ഷൻ നമ്മൾ ആരോടായിരിക്കും? ഷെയ്ത്താനോടായിരിക്കും അല്ലെ. അപ്പൊ അള്ളാഹുവിനോടുള്ള ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ ഷെയ്ത്താന് അവിടെ വരികയാണ്. അപ്പോൾ ഷെയ്ത്താനായിരിക്കും നമ്മുടെ ഹൃദയത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. നമുക്ക് സൂറ ബഖറയില് 169 ആയത്ത് നമ്മളെല്ലാവരും നമുക്ക് നല്ല പരിചയമുള്ള ഒരു ആയത്താണ് അല്ലെ. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇന്നമാ യഅ്മുറുക്കും ബിസ്സൂഇ വൽ ഫഹ്ശാ അല്ലെ. ഇവിടെ എന്താണ്? നിശ്ചയമായും അവൻ നിങ്ങളോട് കൽപ്പിക്കുക തിന്മയും നീചവൃത്തിയും മാത്രമാണെന്ന് അല്ലെ. ഇവിടെ നമുക്ക് അള്ളാഹുവിനായിട്ടുള്ള ഈ ഒരു കണക്ഷൻ അല്ലെ, അള്ളാഹുവിനായിട്ടുള്ള ഈ ഒരു കണക്ഷൻ നമ്മളിൽ നിന്ന് ഇല്ലാതാവുമ്പോൾ നമുക്ക് സഹസൃഷ്ടികളോടുള്ള ഒരു കണക്ഷൻ നമ്മളിൽ നിന്ന് ഇല്ലാതായിട്ട് മാറും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? ഷെയ്ത്താനാണ് നമ്മളെ ഹൃദയത്തിലേക്ക് വന്നെത്തുന്നത്. അപ്പൊ ആ ഷെയ്ത്താനായിരിക്കും നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഷെയ്ത്താൻ നമ്മൾക്ക് എന്തൊക്കെയാണ്? ഫഹ്ശ അല്ലെ, അതായത് ചെറിയ തിന്മകള് നമുക്കിങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ അത് നീചവൃത്തിയിലേക്ക് നമ്മളെ ചെന്നെത്തിക്കുകയാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ ഇങ്ങനെ തെറ്റുകൾ ആദ്യം ചെയ്തു തുടങ്ങും അല്ലെ. ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു മടിയും ഇല്ലാതെ നമ്മളിപ്പോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെയൊക്കെ കൊല്ലാനൊക്കെ കഴിയുന്നത് അല്ലെ. മക്കളെ, നമ്മളെ സ്വന്തം കൂടപ്പിറപ്പുകളൊക്കെ ഇങ്ങനെ കൊല്ലുക എന്ന് പറയുമ്പോ സ്വന്തം സഹപാഠികളെയൊക്കെ കൊല്ലുക അല്ലെ, ഭാര്യയെ കൊല്ലുക, ഭർത്താവിനെ കൊല്ലുക അല്ലെ. ഇങ്ങനൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ സ്വന്തം മക്കളെ, പിഞ്ചു മക്കളെ അല്ലെ, ഇങ്ങനൊക്കെ കൊല്ലുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഇവരൊക്കെ എങ്ങനെ ഇവർക്ക് കൊല്ലാൻ കഴിയുന്നത് എന്ന് അല്ലെ. അവിടെ ശൈത്താന്റെ ആ ഒരു കൺട്രോളിലാവുമ്പോൾ ആദ്യം നമ്മളെ ചെറിയ ചെറിയ തിന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമുക്ക് പിന്നെ അതൊരു മടിയില്ലാതായിട്ട് മാറും അല്ലെ. വലിയ നീച വൃത്തികൾ ചെയ്യാൻ നമുക്ക് ഒരു മടിയും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ടാവും ആര്? ശൈത്താനെ അല്ലെ. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനം അള്ളാഹുവിനോടുള്ള ഒരു കണക്ഷൻ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് സൃഷ്ടികളോടുള്ള ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത്. ഈ ഒരു കണക്ഷൻ നമുക്ക് ഇല്ലാതാവുമ്പോഴാണ് ഇപ്പൊ ഈ ഓരോ മരണങ്ങളും നമ്മൾ അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അള്ളാഹുവിനായിട്ടുള്ള ഒരു കണക്ഷൻ തീരെ ഇല്ലാത്ത അല്ലെ. അവര് പല പല തെറ്റുകളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെ, അങ്ങനെ ലഹരിയിലും അങ്ങനെ പല പല അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ ഈ ഒരു തരത്തിലേക്ക് അവരായി മാറിയിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു കണക്ഷൻ നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മൾ സഹസൃഷ്ടികളോടുള്ള നമ്മുടെ കണക്ഷൻ ഇല്ലാതായിട്ട് മാറും. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. നമ്മുടെ സഹപാഠികളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബങ്ങളിലെ മറ്റു ആളുകളെ, പിന്നെ നമ്മൾ ഇടപെടുന്ന ഒരുപാട് ആളുകൾ അല്ലെ, അവരെയൊന്നും നമ്മൾ ആ ഒരു നല്ല രീതിയിൽ നമ്മൾക്ക് അവരായിട്ട് പെരുമാറാനോ ഒന്നും നമുക്ക് സാധിക്കൂല. ഇനി ഇവിടെ അള്ളാഹുവിനോട് അടുക്കും തോറും
സുബ്ഹാനല്ലാഹ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. ഇനി അള്ളാഹിനായിട്ട് അടുക്കും തോറും നമ്മൾ എന്താണ്, സൃഷ്ടികളോട് അടുത്തുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹിനോട് നമ്മൾ എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് സൃഷ്ടികളോട് നല്ല രീതിയിൽ നമുക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലേ? ഇത് രണ്ടും നല്ല നമുക്ക് നമ്മളെ മൈൻഡിൽ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യം. നമുക്ക് അള്ളാഹിനായിട്ട് നമ്മൾ അടുക്കുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ, അല്ലേ? അള്ളാഹിനായിട്ട് അടുക്കുമ്പോൾ നമുക്ക് ഓരോ സൃഷ്ടികളോടും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പെരുമാറാനും, അല്ലേ? നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാനും, അവർ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് പുറത്തു കൊടുക്കാനും, അല്ലേ? ഒരു മടിയില്ല. നമ്മൾ അവിടെ സൃഷ്ടികളോട് നല്ല രീതിയിൽ പെരുമാറാൻ നമുക്ക് സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു റമളാൻ മാസം, അല്ലെ, അള്ളാഹിനായിട്ട് നമ്മൾ ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അല്ലെ? മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു റമളാൻ എന്ന് പറയുന്നത് അള്ളാഹിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. കാരണം അവിടെ ശൈത്താനില്ല, അല്ലെ? ശൈത്താനെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ശൈത്താന്റെ ഒരു ഷെറ് നമ്മളിൽ കൂടുതൽ വരുന്നില്ല, അല്ലെ? ആ സമയത്ത് നമ്മൾ അള്ളാഹിനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമുക്ക് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് അവർക്ക് പുറത്തു കൊടുക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്, അല്ലെ? നമ്മുടെ സുഹൃത്തുക്കള്, അല്ലെ? നമ്മുടെ മക്കൾ, നമ്മുടെ പാരൻസ്, നമ്മുടെ അയൽവാസികള്, നമ്മുടെ കുടുംബത്തിലെ മറ്റ് ആളുകൾ, അങ്ങനെ ഓരോ ആളുകളായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഇവിടെ അവരെ കൂട്ടിപ്പിടിച്ച്, അല്ലെ? അവരുടെ എല്ലാ പ്രശ്നങ്ങളും അതില് നമുക്ക് തീർക്കാനും, പിന്നെ അവരെ എല്ലാം കൊണ്ടും നമുക്ക് ചേർത്ത് പിടിക്കാൻ നമുക്ക് ഈ ഒരു സമയം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും, അല്ലെ? അത് അള്ളാഹുവിനായിട്ട് നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്, അല്ലെ? അള്ളാഹുവിനായിട്ട് നമ്മൾ എപ്പോഴും, അപ്പം ഈ റമളാൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മാസങ്ങളിലും നമ്മൾ ഈ ഒരു അള്ളാഹുവിനായിട്ടുള്ള ഈ ഒരു അടുപ്പം നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഈ ഒരു അടുപ്പം നമ്മൾ അകന്നു പോകുമ്പോഴാണ് നമ്മളിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെ? നമ്മൾ ഒരുപാട് ഫസാദുകൾ ഉണ്ടാകുന്നത് അപ്പോഴാണ്, അല്ലെ? അപ്പൊ നമ്മൾ കൂടുതലും അള്ളാഹുവിനായിട്ട് നമ്മൾ അടുത്ത് നിൽക്കാൻ എപ്പോഴും, അല്ലെ? ഇനിയിപ്പോ ഈ റമളാൻ കഴിഞ്ഞ സമയമാണെങ്കിൽ നമുക്ക് ഇനി ശൈത്താൻ നമ്മളെ ഓരോ കാര്യങ്ങളും ഇട്ട് നമ്മൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റും, അല്ലെ? അള്ളാഹിനായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ശൈത്താൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ശൈത്താനെ നമ്മളങ്ങനെ അതിൽ നിന്ന് വേർപെടുത്താൻ മാക്സിമം ട്രൈ ചെയ്യും. ഒരിക്കലും നമ്മളത് വിട്ടുകൊടുക്കരുത്. നമ്മൾ ആ ഒരു അള്ളാഹിനായിട്ടുള്ള ഒരു കണക്ഷൻ നമ്മൾ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ. അപ്പം നമ്മൾ ജനങ്ങളെ വെറുക്കുകയാണെങ്കിൽ, അല്ലെ, ഓരോ മനുഷ്യരെയും നമ്മൾ വെറുക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അള്ളാഹിനെയാണ് വെറുക്കുന്നത്, അല്ലെ? നമ്മൾ അള്ളാഹിനെ നമ്മൾ വെറുക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മൾ ആരും അള്ളാഹിനെ വെറുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നമ്മൾ ഓരോ നമ്മുടെ അള്ളാഹിന്റെ, അല്ലെ, സഹസൃഷ്ടികളായ നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലെ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹപാഠികളോടൊക്കെ നമുക്ക് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അവിടെ വെറുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, അല്ലെ? അപ്പൊ ആ ഒരു കാര്യത്തില് നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം, സമസൃഷ്ടികളോടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഓരോ കർമ്മവും അള്ളാഹുവിനോടുള്ള ഒരു ഇബാദത്താണ്, അല്ലെ? അവിടെ ഇബാദ പൂർത്തിയാകുന്നത് ഈ ഒരു സഹസൃഷ്ടികളോടുള്ള ഈ ഒരു രീതിയിലുള്ള ഒരു ഇടപെടലുകളും അള്ളാഹുവിനോടുള്ള കർമ്മങ്ങൾ, അല്ലെ, നമ്മുടെ നമസ്കാരം, മറ്റ് ആരാധനാ കാര്യങ്ങളിലും ഒക്കെ ചെയ്യുകയും അതോടൊപ്പം ഇതും കൂടെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അവിടെ നമ്മുടെ ഇബാദ പൂർത്തിയാകുന്നുള്ളൂ. ഇനി ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ സൂറ ബഖറയിലെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ആയത്തിലൂടെ നമുക്ക് കടന്നു പോവാം. أعوذ بالله من الشيطان الرجيم وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സൂറ ബഖറയിലെ 30-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ ഒരു സന്ദർഭം.
അപ്പൊ മലക്കുകൾ അവര് പറഞ്ഞു, അവിടെ കുഴപ്പം ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലേ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഈ ഒരു ആയത്ത് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന, ഒരുപാട് നമുക്ക് ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ട ഒരു ആയത്താണത്. ഇത് എല്ലാവർക്കും അറിയുന്ന, എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കിയ ഒരു ആയത്താണ്. അപ്പം ഈ ഒരു ആയത്ത് ഇവിടെ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സൃഷ്ടിയെ ഏർപ്പെടുത്തുന്ന വിവരം മലക്കുകളെ അറിയിച്ചപ്പോൾ അല്ലെ, അള്ളാഹുവിന്റെ ഖലീഫ പ്രതിനിധി ആയിട്ടാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിനിധി ആയിട്ടാണ് അവിടെ ഭൂമിയിൽ ഇങ്ങനെ സൃഷ്ടിക്കാൻ പോവുകയാണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്താൻ പോവുകയാണ്. ആ ഒരു വിവരം അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അറിയിച്ചപ്പോൾ അവര് ചോദിച്ച ഒരു കാര്യമുണ്ട്. അവരെന്താണ് അവര് പറഞ്ഞത്? കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയൊക്കെ ചെയ്യുന്നവരെയാണോ നീ നിയോഗിച്ചിരിക്കുന്നത്? അതായത് കുഴപ്പക്കാരും നാശക്കാരും ഉണ്ടായിത്തീരുന്ന ഈ സൃഷ്ടിയെ സൃഷ്ടിക്കുന്നത് കൊണ്ട് ഉദ്ദേശം നിന്നെ ആരാധിക്കുക എന്നുള്ളതാണെങ്കിൽ അല്ലെ, ഞങ്ങളത് ആരാധിക്കുന്നുണ്ടല്ലോ അല്ലെ, മലക്കുകൾ ആരാധിക്കുന്നുണ്ടല്ലോ, ഞങ്ങളിത് എപ്പോഴും നിന്നെ ആരാധിച്ചു വരുന്നുണ്ടല്ലോ, ഇനി വേറെ കൂട്ടർ എന്തിനാ സൃഷ്ടിക്കുന്നത് അല്ലെ? മലക്കുകൾ ചോദിച്ചൊരു കാര്യമാണ്. അള്ളാഹുവിനെ സ്തുതിക്കുക മാത്രമാണ് മലക്കുകളുടെ ഡ്യൂട്ടി അല്ലെ. അള്ളാഹു എന്താണോ പറയുന്നത് അത് അനുസരിക്കൽ മാത്രമാണ്, അതിന് വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. എന്നാൽ മനുഷ്യന്മാരുടെ അവസ്ഥ അല്ല, അവിടെ അത് അനുസരിക്കാം അനുസരിക്കാതിരിക്കാം, രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലെ, അത് സെലക്ട് ചെയ്യാം അല്ലെ. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് എങ്ങനെ പറഞ്ഞ ഒരു കാര്യം, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. ഇവിടെ മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്പൊ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാണ് നമുക്ക് വളരെയധികം. ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം അല്ലെ. അള്ളാഹു ഇങ്ങനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ മലക്കുകൾ സൃഷ്ടിച്ചത്. അങ്ങനെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അല്ലെ. മനുഷ്യന്മാരെന്താണ് ഇങ്ങനെ കുഴപ്പങ്ങളും ഇതൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്, രക്തം ചിന്തയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണെങ്കിലും അവിടെ എന്തോ ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു മനുഷ്യരിൽ വെച്ചിട്ടുണ്ട്. അതായത് മലക്കുകൾക്ക് ആ ദോഷം അല്ലെ സൃഷ്ടികളിലും ഉണ്ടെങ്കിലും അല്ലെ, മലക്കുകൾ പറഞ്ഞ ഈ ഒരു ദോഷം മനുഷ്യരിൽ ഉണ്ടെങ്കിലും അതില് എന്താണ്, ആ ഒരു ദോഷം മനുഷ്യരിൽ ഉണ്ടെങ്കിലും എന്തോ ഒരു സീക്രട്ട് മനുഷ്യരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത്. അതിനേക്കാൾ കവിഞ്ഞ അല്ലെ, ആ ഒരു കുഴപ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മനുഷ്യരാണെങ്കിലും അതിനേക്കാൾ കവിഞ്ഞ ഒരു നന്മയും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതിൽ എന്തോ ഒരു നന്മ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം എന്നുള്ളത് മലക്കുകളോട് പറയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത്, ആ മനുഷ്യന്മാര് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ ഒക്കെ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് അല്ലെ, മനുഷ്യർക്കാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇബ്ലീസിനോടും മലക്കുകളോടും ഒക്കെ മനുഷ്യന്മാർക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അവിടെ ഒരു കൂടുതൽ ഇത് മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഈ ഒരു ആയത്തിൽ പറഞ്ഞ ഇന്നി അഅലമു മാ ലാ തഅലമൂൻ അല്ലെ, നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാമെന്ന് പറഞ്ഞ ആ ഒരു സീക്രട്ട് അല്ലെ എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് കൊടുത്തിട്ടുള്ള എന്തോ ഒരു നന്മ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അള്ളാഹു പറഞ്ഞത്, ഞാൻ അവരില് അതായത് ഭൂമിയിലെ ഖലീഫമാര് അല്ലെ, ഭൂമിയിലെ ഖലീഫമാരായിട്ട് അള്ളാഹുവിന്റെ പ്രതിനിധി ആയിട്ടുള്ള അവരില് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്, നബിമാരെയും റസൂലുകളെയും നിയോഗിക്കും അല്ലെ. പിന്നെ അവരിൽ എന്താണ്, സിദ്ദീഖുകൾ ഉണ്ടാവും, ശുഹദാക്കൾ ഉണ്ടാവും, പുണ്യവാന്മാരുണ്ടാവും, ത്യാഗികളുണ്ടാവും, പണ്ഡിതന്മാരുണ്ടാവും, ഭക്തന്മാരും ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഒരു സീക്രട്ട് അല്ലെ, ഇങ്ങനെയുള്ള ആളുകള് അവരും അതിലുണ്ടാവും. കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, ഒക്കെ ശരിയാണ്, മലക്കുകൾ പറഞ്ഞത് ശരിയാണ്, അവര് അങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ്, രക്തം ചിത്തുന്ന ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എന്നാലും അതില് ഒരു നന്മയും കൂടി ഉണ്ട് അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള, അപ്പൊ നമുക്കൊക്കെ അറിയാം അല്ലെ, നബിമാര്, റസൂല് അല്ലെ, പിന്നെ അതുപോലെ സിദ്ദീഖുകള്, ശുഹദാക്കള് അല്ലെ, പുണ്യവാന്മാര്, ത്യാഗികള്, പണ്ഡിതന്മാര്, ഭക്തന്മാര്, ഇവരുടെ ഒക്കെ ജീവിതം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അവർ അള്ളാഹുവിനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്
അല്ലെ. അവര് അള്ളാഹുവിനായിട്ട് ഭയങ്കര അറ്റാച്ച് ആയിരിക്കും. അവർക്ക് വേറെ ഒന്ന്, അവര് അള്ളാഹു പറയുന്നത് അത് അനുസരിക്കുന്ന എല്ലാ തരത്തിലും അള്ളാഹുവിനെ ഇബാദ ചെയ്യുന്ന കാര്യത്തിൽ മാത്രല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവര് വളരെയധികം സൂക്ഷ്മത പാലിക്കുന്നവരാണ്. അള്ളാഹുവിനെ ഇബാദ ചെയ്യാന്നുള്ള ഡ്യൂട്ടി മാത്രല്ല, അള്ളാഹുവിനെ നമസ്കാരം, നോമ്പ്, ഹജ്ജ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരല്ല. അവരെല്ലാ മേഖലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറയുന്നത് അതെല്ലാം അനുസരിക്കുന്ന, അതെല്ലാം അതുപോലെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന, ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കും അല്ലെ, ആ അത്തരത്തിലുള്ള ആളുകൾ അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഖലീഫമാര് അല്ലെ ഈ ഒരു തരത്തിലായിരിക്കും. അള്ളാഹു ആലം. പണ്ഡിതന്മാർ അതിൽ പല അഭിപ്രായങ്ങളായിട്ടും നമുക്ക് പറയുന്നത് കാണാം അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സീക്രട്ട് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു തരത്തിലുള്ള ആളുകള് അത്രയും അള്ളാഹുവിനായിട്ട് ഭയങ്കര അറ്റാച്ചുള്ള ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളും ഈ ഒരു കൂട്ടത്തില് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇവിടെ ഈ ഒരു ആയത്തിലൂടെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം, അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ. അതിനാണെങ്കിൽ ഇവിടെ മലക്കുകളെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു അല്ലെ. പക്ഷെ അതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ മനുഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾ ഇടപഴകുന്ന ഓരോ മനുഷ്യരിലൂടെയും ജീവജാലങ്ങളിലൂടെയുമാണ് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മള് ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു കംപ്ലീറ്റ് ആവുന്നത് നമ്മള് നമ്മുടെ സൃഷ്ടികളോടും നമ്മുടെ ജന്തു ജീവജാലങ്ങളോടും എല്ലാം നമ്മൾ കാണിക്കുന്ന ആ ഒരു കരുണയും അല്ലെ, കാരുണ്യവും വിനയവും അല്ലെ, നമ്മുടെ ആ ഒരു ചേർത്ത് പിടിക്കലും, നമ്മൾ എന്തൊരു പ്രശ്നം വരുമ്പോഴും നമുക്ക് അതിനുള്ള ഒരു പരിഹാരമായിട്ട് നമുക്ക് അവരെ കൂടെ നിൽക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് അവിടെ ഒരു ഇബാദ പൂർത്തിയാവുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു സീക്രട്ട് അല്ലെ. അള്ളാഹു പറഞ്ഞ ഇന്നീ അലമുമാലാത്ത അലമോൻ, അള്ളാഹു പറഞ്ഞ ഈ ഒരു സീക്രട്ട് അവരിൽ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ആളുകളും കൂടെ അതിൽ ഉണ്ടാവുമ്പോഴാണ് അല്ലെ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ആണ്. അപ്പം ഇവിടെ നമുക്ക് ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യം അത് നമുക്കൊന്ന് നോക്കാം. അതായത് ഒരു ഹദീസില് പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രദേശം മുഴുവനും നശിപ്പിക്കാനായിട്ട് മലക്കുകൾക്ക് കൽപ്പന കൊടുക്കുകയാണ്. ഒരു പ്രദേശം മുഴുവനും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പന കൊടുക്കുകയാണ്. അവിടെ പക്ഷെ മലക്കുകള് ആ പ്രദേശത്ത് പോയിട്ട് മലക്കുകൾ പിന്നെ തിരിച്ചു വന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, അവിടെ നിന്നെ ആരാധിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ, രാവും പകലും നിന്നെ ആരാധിക്കുന്ന ഒരു അടിമ, നിന്നെ കുറിച്ച് ഓർക്കാത്ത ഒരു നിമിഷമില്ല, എപ്പോഴും നിന്നെ കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഏത് നേരം ഇബാദത്തിലുള്ള അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അടിമ അവിടെ ഉണ്ട് എന്ന് വന്നിട്ട് പറയാണ്. മലക്കുകള് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വന്ന് പറയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയോ? അവനിൽ നിന്നിട്ട് തുടങ്ങാനാ പറഞ്ഞത്. അവനിൽ നിന്ന് ആദ്യം അവനെ ഇല്ലാതാക്കുക, എന്നിട്ട് ആ പ്രദേശം മുഴുവനും ഇല്ലാതാക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് കൽപ്പന കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അത്രയും ഭക്തി, അള്ളാഹുവിനെ നല്ല സ്തുതിച്ചുകൊണ്ട് അത്രയും നല്ലൊരു അടിമയായിട്ട് അല്ലെ, അള്ളാഹു പറഞ്ഞതൊക്കെ അള്ളാഹുവിനെ ഏത് നിമിഷം ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. എന്നിട്ട് എന്ത് പറ്റി? ഈ ഒരു അടിമനെ ആദ്യം അവിടെ നിന്നാണ് നശിപ്പിക്കേണ്ടതെന്ന് അവിടെ മലക്കുകൾക്ക് കൽപ്പന കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പൊ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചതാണ് അല്ലെ, ചോദിക്കുകയാണ്. അപ്പൊ അതിന് കാരണം എന്താണ്? ചുറ്റും തിന്മകൾ നടക്കുന്നത് അവൻ കണ്ടിട്ടും അല്ലെ, അവന്റെ ചുറ്റും ഒരുപാട് തിന്മകൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ കണ്ടിട്ടും എന്താണ് ഈ ഒരു ഇബാദകളും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലെ, നിസ്കാരം നമ്മളത് മാത്രം നോക്കിയിട്ട് നമ്മളെ നിസ്കാരം അല്ലെ, അങ്ങനെയുണ്ട് നമ്മൾ അല്ലെ, നമ്മൾ നിസ്കരിക്കും, നോമ്പൊൽക്കും, നമ്മൾ എല്ലാ കർമ്മങ്ങളും ഒക്കെ ചെയ്യും, നമ്മള് തഹജ്ജുദ് വരെ നമ്മൾ നമസ്കരിക്കും, എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യും, നമ്മളെല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും നമ്മൾ നിർവഹിക്കും, നമ്മളെല്ലാ കാര്യങ്ങളിലും നമ്മൾ അങ്ങനെയുള്ള ഇബാദത്തുകളൊക്കെ നമ്മൾ നിർവഹിക്കും.
പക്ഷെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളിലും അവർ ഒരുപാട് തിന്മകളിലും ഒഴുകി കഴിയുന്ന ആളുകളാണ് അല്ലെ. അതൊന്നും നമ്മൾ നമ്മളുടേത് മാത്രം നോക്കിയിട്ട് അല്ലെ, നമ്മളത് മാത്രം നോക്കി നമ്മൾ അവിടെ ആ ഒരു ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് അള്ളാഹു പറഞ്ഞത്, തൻ്റെ ചുറ്റും നടക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്, അതൊന്നും ശ്രദ്ധിക്കാതെ ആരാധന മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചുറ്റും നടക്കുന്ന തിന്മകൾ അവൻ കണക്കിലെടുത്തതേയില്ല അല്ലെ. അവൻ ആ ഒരു തിന്മകളൊന്നും അവന് കണക്കിലെടുക്കാതെ അവൻ അവൻ്റെതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ആരാധനകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ആരാധന ഒരിക്കലും അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മലക്കുകളെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു അല്ലെ. ഈ ഒരു ആയത്തിലൂടെ നമ്മൾ കണ്ടതാണ് അല്ലെ. മലക്കുകൾ പറഞ്ഞു, ഞങ്ങള് ഉണ്ടല്ലോ അങ്ങനെ ഇബാദത്തൊക്കെ ചെയ്യാനേ അല്ലെ, പിന്നെ എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിക്കണേ? ഈ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഈ മനുഷ്യനെ എന്തിനാ പിന്നെ സൃഷ്ടിക്കണമെന്നുള്ളത് ചോദിച്ചതാണ് അല്ലെ. അപ്പോൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യാന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മൾ ഇബാദത്ത് ചെയ്യണം, അതിൻ്റെ കൂടെ നമ്മുടെ സഹസൃഷ്ടികളെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കണം. അങ്ങനെ നമ്മുടെ സഹസൃഷ്ടികളെയും നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമുക്ക് അവിടെ അള്ളാഹുവിനോടുള്ള ഇബാദ നമ്മൾ പൂർത്തിയാക്കുന്നുള്ളൂ. ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ഇബാദ നമുക്ക് പെർഫെക്ഷൻ ആയിട്ട് അല്ലെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് നാളെ അല്ലെ സ്വർഗത്തിൽ നമുക്ക് നമ്മളെ ഒരുമിച്ച് കൂടാനും അല്ലെ അള്ളാഹുവിനെ നാളെ കാണാനും അല്ലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ നമുക്ക് ചെന്നെത്താനും നമുക്ക് സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പ്രദേശത്തോ നമ്മുടെ ചുറ്റുപാടിലോ നമ്മൾ തിന്മകൾ കൺമുന്നിൽ നടക്കുമ്പോൾ അത് ചെയ്യുന്നത് ആരായാലും നമ്മൾ മിണ്ടാതിരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെ, നമ്മളത് മിണ്ടാതിരിക്കാൻ, അതവിടെ അങ്ങനെ നടന്നോട്ടെ, അതവിടെ അങ്ങനെ ചെയ്തോട്ടെ, അത് വേറെയുള്ള ആൾക്കാരത് നോക്കിക്കോളും, അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടേതായിട്ടുള്ള നിസ്കാരം ഇബാദത്തുകളിലായി മുഴുകി നിൽക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഇതുപോലെ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ച ആ ഒരു അടിമയുടെ ആ ഒരു അവസ്ഥയായിരിക്കും നമ്മളിലും ഉണ്ടായിത്തീരുക. സുബ്ഹാനല്ലാഹ്, ഇത് ഒരുപാട് നമുക്ക് ഈ ഒരു ഹദീസിലൂടെ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ചുറ്റുപാട് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ അല്ലെ ഒരുപാടാണ്. നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മൾ പല ക്ലാസ്സുകളും പല അറിവുകളും നേടിക്കൊണ്ടേയിരിക്കുകയാണ്. അറിവുകൾ നമ്മൾ ഒരുപാട് നേടുന്നുണ്ട് അല്ലെ. എന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സമൂഹം ഇത്രയും അധപതിച്ചു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലെ. എന്താ നമുക്ക് സംഭവിക്കണത്? നമ്മൾ ഇത്രയും അറിവുകൾ അല്ലെ നമ്മുടെ മുന്നുള്ള സമൂഹത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഒരു അറിവ് നേടിയിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അതായത് പ്രബോധനം ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ കുറവായിരുന്നു അല്ലെ, വളരെ കുറവാണ് അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ അല്ലെ. എന്നാൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു പ്രബോധനം ചെയ്യാൻ നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഒരു കാലഘട്ടമാണ്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് ഒരു വിരൽത്തുമ്പിലാണ് അല്ലെ, നമുക്ക് പ്രബോധനം ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മുടെ വിരൽത്തുമ്പിലാണ് അല്ലെ. നമുക്കൊന്ന് ഷെയർ ചെയ്താൽ മതി അല്ലെ. ഇങ്ങനെ നമുക്ക് പലതും ഷെയർ ചെയ്തിട്ട് നമുക്ക് പലരിലേക്കും നമ്മളെ എത്തിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ വാട്സപ്പിലൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെ, ഇൻസ്റ്റയില് പിന്നെ അതുപോലെ ഫേസ്ബുക്കില് ഇല്ലേ പല ഗ്രൂപ്പുകളിലായിട്ട് നമുക്ക് എന്തൊക്കെ അറിവുകൾ നമുക്ക് രാവിലെ മുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണത്. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നിട്ടും എന്തു പറ്റി നമ്മുടെ സമൂഹത്തിന്? ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി? ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ ആ ഒരു അറിവ് നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടുന്നില്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഒരു അറിവ് നമ്മളെ ഹൃദയത്തിലേക്ക് തട്ടാതെയാണ് അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ആ ഓരോ അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കും അല്ലെ. അത് ഓരോരുത്തരും ഇതുപോലെ ഷെയർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. എവിടെ ആരുടെ ഹൃദയത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങുന്നില്ല അല്ലെ. അതായത് നമ്മുടെ ഒരു മനുഷ്യന്റെ ഹൃദയത്തില് ആ ഒരു ഈമാൻ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലെ. ആ ഒരു ഈമാൻ ആഴത്തില്
ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ശരീരം അത് പ്രകടിപ്പിക്കുക അല്ലെ. ആ ഒരു അതായത് നമ്മളൊരു വിത്ത് അല്ലെ, ഈമാൻ എന്നുള്ളത് നമ്മളൊരു വിത്തായിട്ട് കണ്ട അല്ലെ, നല്ല കരുത്തുള്ള ഒരു വിത്ത്. ആ ഒരു കരുത്തുള്ള വിത്തിനെ നമ്മൾ മുളപ്പിച്ചെടുക്കുമ്പോൾ അത് നല്ല കരുത്തില് വളർന്നു വന്ന് അത് പടർന്ന് പന്തലിച്ച് പൂവും കായും അതിന്റെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും അല്ലെ. അത് വിത്ത് എന്താണ്, കരുത്തുള്ളതാവുമ്പോ അല്ലെ. നമ്മുടെ ഈമാൻ ഇതുപോലെ കരുത്തുള്ളതായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും, നമ്മുടെ ഓരോ സംസാരവും, നമ്മുടെ ഓരോ ശീലങ്ങളും എല്ലാം, പെരുമാറ്റവും അല്ലെ, എല്ലാം എന്താണ്, ഇതുപോലെ നല്ലതായിട്ട് കരുത്തുള്ളതായിട്ട് മാറുള്ളൂ, അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് മാറുള്ളൂ. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് നമുക്ക് അതിന്റെ ഫലങ്ങൾ മറ്റുള്ളവർക്കും അത് ഉപയോഗപ്പെടുത്താനേ സാധിക്കുള്ളൂ അല്ലെ. നമുക്ക് ആ ഒരു ഈമാൻ ഉണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ അത് ആഴ്ന്നിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ അത് നമുക്ക് എത്തിക്കാൻ സാധിക്കും? അത് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങണം എങ്കിൽ മാത്രമാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് അതിന്റെ ആ ഒരു ഇത് എത്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പം ഈ ഒരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞ ആ ഒരു കാര്യം അല്ലെ, നമ്മുടെ ചുറ്റുപാടുള്ള, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കൾക്ക് ഇപ്പൊ നമ്മൾ അറിവൊക്കെ ഓരോന്ന് നേടുമ്പോഴും നമ്മുടെ മക്കൾ ഇത് അറിയുന്ന പോലും ഉണ്ടാവുന്നില്ല അല്ലെ. അപ്പൊ നമ്മളെ മക്കൾക്ക് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ 169 ആയത്തിൽ ഷെയ്ത്താൻ അല്ലെ നിശ്ചയമായും എന്താണ്, സൂം ഫഹ്ഷാവാണ് അല്ലെ, തിന്മയും നീചവൃത്തിയിലും നമ്മളെ കൽപ്പിക്കും അല്ലെ ചെയ്യാന്. അപ്പം നമുക്ക് ചെറിയ ചെറിയ തെറ്റുകൾ, ഇപ്പൊ മക്കൾക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ മക്കൾക്ക് ഓരോ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ അവരിൽ കണ്ടു തുടങ്ങുകയാണെങ്കിൽ, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ അല്ലെ, ഈ കുഞ്ഞു കുഞ്ഞു തെറ്റുകളാണ് പിന്നെന്താണ് നീചവൃത്തിയിലേക്ക് അല്ലെ, ഫഹ്ശായിലേക്ക് എത്തുന്നത്. അപ്പം ഈ കുഞ്ഞു കുഞ്ഞു ചെറിയ തെറ്റുകൾ നമ്മൾ മക്കളിൽ നിന്ന് ചെറുതിലേ നമ്മൾ നുള്ളിക്കളയാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അവർക്ക് അതിനുള്ളത് നമ്മൾ നല്ല രീതിയിൽ തന്നെ അവർക്ക് നമ്മൾ കൊടുക്കണം. പക്ഷെ നമ്മൾ ഒരുപാട് അറിവുകളൊക്കെ നേടുന്ന സമയത്ത് ഇവരുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പൊ ഇത് നമ്മൾ ചെറുതിലെ അവരിൽ നിന്ന്, ഇപ്പൊ അവര് കളവ് പറയുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് അതിനുള്ള ഒരു ഇത് കൊടുത്തിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവണം. അത് വേറൊരു കാര്യമാണ്. അത് ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തിൽ, എന്നിട്ട് നമ്മുടെ മക്കളിലേക്ക് നമ്മളത് ഇതാക്കുക. അപ്പൊ മക്കൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് അവരിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യത്തില് നമുക്ക് കൂടുതൽ ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ 10 വയസ്സിന് ശേഷമാണ് നമുക്ക് അവർക്ക് 10 വയസ്സിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാല് അവരെ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. നമസ്കാരത്തിന്റെ കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. പക്ഷെ അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു നമ്മുടേതായിട്ടുള്ള രീതി പറഞ്ഞാല് അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയത്ത് നമ്മൾ ഒരു ശ്രദ്ധയെ അവർക്ക് കൊടുക്കാതെ നമ്മൾ അതിന് ശേഷമുള്ള അവരെ നിർബന്ധമായിട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ അവരെ പുഷ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അത് ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ മക്കളെ നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ അവർക്ക് പ്രാക്ടീസിങ് ടൈം നല്ല രീതിയിൽ തന്നെ നമുക്ക് അവർക്ക് കൊടുക്കുക. അതായത് 7 വയസ്സ് മുതൽ 10 വയസ്സിന്റെ ആ ഒരു സമയം നമ്മൾ നന്നായിട്ട് അവരെ പ്രാക്ടീസിങ് ടൈമാണ്. ഇപ്പൊ കുട്ടി ജനിച്ചത് മുതൽ നമുക്ക് ഈ ഒരു 10 വയസ്സിന്റെ വരെയുള്ള ഒരു സമയം നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളെ കൂടെ ഉണ്ടാവണം. അതിനുശേഷം നമ്മൾ മക്കളെ കൂടെ ഉണ്ടാവണം. എന്നാൽ ഈ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു കുട്ടി ജനിച്ചത് മുതൽ പിന്നെ നമ്മുടെ ആ ഒരു 10 വയസ്സിനുള്ളിലുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കുട്ടികളെ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ ആ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ നമുക്ക് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന ഇപ്പൊ ഈ ഓരോ നീചവൃത്തികൾ അല്ലെ, നമ്മൾ കാണുന്ന അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വലിയ വലിയ തെറ്റുകളിലേക്കാണ് അല്ലെ അവര് എത്തിപ്പെടുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാമായിരുന്നു അല്ലെ. അവര് ഈ ചെറിയ ചെറിയ തെറ്റുകൾ അല്ലെ, അവര് ഒരുപാട് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലെ. അവര് ഈ ഒരുപാട് സൂകളിൽ നിന്നാണ് അവർ ഫഹ്ശായിലേക്ക് എത്തിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അവര് ആ ഒരു രീതിയിൽ അവരുടെ പാരന്റ്സ് അവരെ ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ അല്ലെ, അവര് അള്ളാഹുവിനായിട്ടുള്ള ഒരു കണക്ഷൻ അവർക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ അല്ലെ, അവർക്ക് ഈ ഒരു ലെവലിലേക്ക് അവര് എത്തുമായിരുന്നില്ല. അപ്പം നമ്മൾ ഓരോരുത്തരും ആ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഒരു സഹാബിന്റെ ഒരു
സ്റ്റോറി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും സഹാബാക്കളോട് പറഞ്ഞിരുന്നു. സഹാബാക്കളുടെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഒരു സഹാബിനെ കാണിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് ആ ഒരു സഹാബി സ്വർഗത്തിലാണെന്ന് പറയണം. ആ സഹാബിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അതാർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയണം. ആ ഒരു സഹാബിനെ കാണിച്ചിട്ട് പറയാണ് സ്വർഗത്തിലാണെന്ന്. അപ്പൊ ഈ മറ്റു സഹാബാക്കൾക്കൊക്കെ ഭയങ്കര ഇതായി, എന്താണ് ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ആ ഒരു റീസൺ എന്താണെന്ന് അറിയാം. അവർക്ക് ഭയങ്കര ആകാംക്ഷയായി. അപ്പൊ അവരൊക്കെ ആ സ്വഹാബിനെ ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ അപ്പൊ ഇവരെങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങിയപ്പോ അവർക്ക് പ്രത്യേകിച്ചായിട്ട് ഒന്നും ഇവിടെ കാണാൻ സാധിച്ചില്ല. ആ ഒരു സഹാബിയില് പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിച്ചില്ല. ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു സഹാബിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ സ്വഹാബിനോട് പിന്നെ ഇവർ ചോദിച്ചു, എന്താണ് ഇങ്ങനെ സ്വർഗത്തിൽ ആണെന്ന് പറഞ്ഞു, അപ്പൊ എന്താണ് നിങ്ങളിൽ ഉള്ള ആ ഒരു പ്രവർത്തനം, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, ആ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ആ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്വഹാബി പറഞ്ഞത്, ഞാൻ ആരെയും കുറിച്ചിട്ട്, എൻ്റെ മനസ്സിൽ ആരെ കുറിച്ചിട്ടും ദുഷിച്ച ചിന്ത ഇല്ല എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു സ്വഹാബി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് ആരെ കുറിച്ചിട്ടും ഒരു മോശമായിട്ടുള്ള ചിന്തയും ഇല്ല എന്നുള്ള, അല്ലെ, നമ്മുടെ സഹപാഠികളെ കുറിച്ചിട്ട്, നമ്മുടെ സുഹൃത്തുക്കള്, അല്ലെ, നമ്മുടെ കൂടെയുള്ളവര്, അല്ലെ, നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ പാരന്റ്സ്, നമ്മുടെ കുട്ടികള്, അല്ലെ, നമ്മൾ ആരൊക്കെ ആയിട്ടാണോ ഇടപഴകുന്നത്, അല്ലെ, അവരായിട്ടൊന്നും ഒരു മോശമായിട്ടുള്ള ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ല എന്നുള്ള ആ ഒരു ഇത്, അല്ലെ, അതാണ് ആ ആളെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇവിടെ അള്ളാഹുവിനോടുള്ള ആ ഒരു ഇബാദ എന്ന് പറയുമ്പോൾ നമ്മുടെ സൽസ്വഭാവം കൂടെ അതിൽ ചേരുമ്പോഴാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ, അല്ലെ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അടുത്ത് നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തില് ഇടം നൽകുന്ന, അല്ലെ, ഇല്ലാമൻ അതാല്ലാഹു ബിഖൽബിൻ സലീം, അല്ലെ, ഹൃദയം ശുദ്ധീകരിക്കാത്ത ഒരു മനുഷ്യനും അള്ളാഹുവിനെ കാണാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഹൃദയം ശുദ്ധീകരിക്കാത്ത ഒരു മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാളെ നമുക്ക് കാണാൻ സാധിക്കില്ല, അല്ലെ. ഇതാണ് നാളെ അള്ളാഹുവിനെ കാണാനുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ഹൃദയ ശുദ്ധീകരണം, അല്ലെ. ഈ ഒരു ഹൃദയ ശുദ്ധീകരണം ഇല്ലാതെ നമുക്ക് ഒരിക്കലും നാളെ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവിനെ നമുക്ക് കണ്ടുമുട്ടാനും നമുക്ക് സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ ഒരു ഇബാദത്തുകളിൽ മാത്രമല്ല, നമ്മുടെ സഹസൃഷ്ടികളോടും നമ്മൾ നല്ല രീതിയിൽ നമ്മൾ പെരുമാറുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയം ശുദ്ധിയാണെങ്കിൽ, അല്ലെ, ആ ഒരു ഹൃദയ ശുദ്ധീകരണത്തോടെയാണ് നമ്മൾ ഒരു മനുഷ്യന് അല്ലെ, മറ്റു മനുഷ്യന്മാരായിട്ട് നമ്മൾ ആ ഒരു നമ്മുടെ ഹൃദയം ശുദ്ധിയായ രീതിയിൽ, അല്ലെ, പെർഫെക്റ്റ് ആയിരിക്കണം, ക്ലീൻ ആയിരിക്കണം, അല്ലെ. ഒരു വിദ്വേഷവും വെറുപ്പോ ഒന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല, അല്ലെ. നമുക്ക് അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല ഈസിയാണ്, അല്ലെ. ഞാൻ അങ്ങനെയാണ്, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡന്റ് നമുക്ക് ഇപ്പം തോന്നും. പക്ഷേ നമ്മളെ ഈ ഒരു റമളാൻ കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ ഷെയ്ത്താൻ ആ ഒരു പണി ഡ്യൂട്ടി തുടങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്, അല്ലെ. ഷെയ്ത്താൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഹൃദയത്തിൽ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്, അല്ലെ. അത് കണ്ടിന്യൂ ചെയ്യും ഷെയ്ത്താൻ റമളാൻ കഴിഞ്ഞാൽ, അല്ലെ. അപ്പൊ ആ ഒരു റമളാൻ കഴിഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഒരു ഡ്യൂട്ടി ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്, അല്ലെ. നമ്മുടെ അവിടെ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ഹൃദയം എപ്പോഴും ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആകുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധ കൊണ്ടുവരിക. അപ്പൊ ഈ ഒരു റമളാനിൽ നമ്മൾ ആ ഹൃദയം ക്ലീൻ ചെയ്യാനുള്ള ഒരു മാസം കൂടി ആയിട്ട് നമ്മൾ കാണാം. ഇനി നമ്മുടെ മുന്നേ നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെ പല ആളുകളോടും നമ്മൾ വെറുപ്പും വിദ്വേഷവും ഒക്കെ ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവർക്ക് അതൊക്കെ പുറത്തു കൊടുക്കുക. ഇനി ഈ ഒരു റമളാൻ കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട്, അല്ലെ, എല്ലാവരെയും നമ്മൾ ഓരോ മനുഷ്യനെയും കാണുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ നമ്മൾ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഓരോ മനുഷ്യന്മാരെ ഇങ്ങനെ കാണുമ്പോൾ ഇത് എൻ്റെ റബ്ബ്, അല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഒരുപാടാണ്. നമ്മൾ ഓരോ മനുഷ്യന്മാരെയും കാണുമ്പോൾ എൻ്റെ റബ്ബിനെ നമ്മളൊന്ന് ആ ഒരു സ്നേഹം, അള്ളാഹുവിനോടുള്ള ഒരു ഹുബ്ബൊന്ന് നമ്മൾ ഓർത്തു നോക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ മനുഷ്യന്മാരെ നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരെയും നമുക്ക് നന്നായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമുക്ക് അവരൊക്കെ സ്നേഹിക്കാൻ കഴിയും നമുക്ക്. സുബ്ഹാനല്ലാഹ്.
അപ്പം അതുപോലെ നമ്മുടെ തക്കുവയും സൽസ്വഭാവമാണ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ തക്കുവ അതിന്റെ കൂടെ എന്താണ്, സൽസ്വഭാവവുമാണ് അല്ലെ. ഈ സൽസ്വഭാവം കൂടി അവിടെ ചേരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ അവിടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ഇത് എന്ന് പറഞ്ഞത് തക്കുവയും സൽസ്വഭാവമാണ്. അങ്ങനെയുള്ള ഒരു സൽസ്വഭാവമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല. പിന്നെ അത്തരത്തിലുള്ള ഓരോ പ്രവർത്തനവും നമ്മളിൽ ഉണ്ടാവണം. പിന്നെ നമ്മുടെ മുന്നിലുള്ള അല്ലെ, നമുക്ക് ചുറ്റുപാടുമുള്ള പലതും നമ്മളിവിടെ ഇങ്ങനെ കണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ് അല്ലെ. ലഹരിക്കെതിരായിട്ട് ശബ്ദം ഉയർത്താൻ നമുക്ക് കഴിയണം. നമ്മളത് കണ്ടിട്ട് അത് വേറെയുള്ള ആൾക്കാർ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. നമ്മളത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യണം. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് അതോടെ ചെയ്യാൻ കഴിയണം. അപ്പൊ എന്ത് തെറ്റുകളാണെങ്കിലും നമ്മൾ അതിനുള്ള ശബ്ദം ഉയർത്താൻ നമുക്ക് കഴിയണം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളത് ചോദ്യം ചെയ്യപ്പെടും അല്ലെ. നമ്മൾ നേരത്തെ കേട്ട ആ ഒരു ഹദീസ് കേട്ടതാണ്. അതുപോലെ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആളിൽ നിന്ന് തന്നെ നശിപ്പിക്കും എന്നുള്ള ആ ഒരു മലക്കുകൾക്ക് കൊടുത്ത ആ ഒരു ഇത് അല്ലെ, അത് നമ്മൾ കേട്ടത്. അപ്പൊ ആ ഒരു ലെവലിൽ നമ്മൾ ആയിരിക്കരുത്. നാളെ അള്ളാഹു നമ്മളെ ചോദ്യം ചെയ്യും അല്ലെ. അവരൊക്കെ അങ്ങനെ ആയിട്ട് എന്തുകൊണ്ട് നീ അത് പറഞ്ഞു കൊടുത്തില്ല, അത് ചെയ്തില്ല, അങ്ങനെയുള്ള ഒരു ചോദ്യം നമ്മൾക്ക് നേരിടുന്ന ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ നമ്മളിപ്പോ ഈ ഒരു സമയം റമളാൻ മാസമാണ് അല്ലെ. നമ്മൾ ഈ ഒരു റമളാൻ മാസത്തിൽ നമ്മുടെ ഉമ്മത്ത് അല്ലെ, നമ്മളിപ്പോ ഈ ഓരോന്നും കേട്ടോണ്ടിരിക്കുകയാണ് അല്ലെ. ഭയങ്കര മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ നമ്മൾ കേൾക്കാന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. അത്തരത്തിലുള്ളത് അത്രയും ദുഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഉമ്മത്തിന് വേണ്ടിയിട്ട് നിരന്തരം നമ്മൾ ഈ ഒരു റമളാൻ മാസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയിൽ അവരൊക്കെ ഉൾപ്പെടുത്തുക. അവര് നമുക്ക് ഓരോരുത്തർക്കും ഹിദായത്ത് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു അവസാന ഘട്ടം എത്തുന്ന ഈ ഒരു സമയങ്ങളാവുമ്പോ അല്ലെ, അല്ലാമ ഇക്ബാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണ്, അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് പോലും നമുക്ക് ഫിത്നായി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അല്ലെ. ഒന്ന് ആലോചിച്ചു, നമുക്ക് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് ഒരു ഫിത്നായിട്ട് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടാവും. നമുക്ക് ആലോചിക്കാനേ വയ്യ അല്ലെ. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നു അല്ലെ. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാതെ അല്ലെ, അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതും ഇല്ലാതെ നമ്മൾ ആ അള്ളാഹു അക്ബർ പറയുന്നത് നാളെ നമുക്കത് ഫിത്നായിട്ട് മാറും അല്ലെ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ അറിവും, നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഓരോ അറിവും, മറ്റുള്ളവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതും ഒക്കെ എന്താണ്, നാളെ നമുക്ക് ഫിത്നായിട്ട് മാറുകയാണ്. കാരണം അത് നമ്മളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അത് നാളെ നമുക്ക് ഫിത്നായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ഒരു ഇതിൽ നമുക്ക് കൂടുതൽ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലാണ് എല്ലാം മോശമായി കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ എന്താണ് കാരണം, നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് നമുക്ക് കാണും. നമ്മുടെ ഓരോ ഹൃദയത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മളെ ഹൃദയത്തിലേക്ക് ഇനിയും എത്താനുണ്ട്, ആഴ്ന്നിറങ്ങാനുണ്ട് നമ്മൾക്ക്. അപ്പം നമ്മൾ ഇനിയും അള്ളാഹുവിനായിട്ട് ഉള്ള ഒരു കണക്ഷൻ നന്നായിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു റമളാനിനെ നമ്മൾ ഇനി അവസാനത്തെ 10ലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ആ ഹൃദയം അത്രയും ക്ലീനായിട്ട് നമ്മൾ അള്ളാഹിനോട് കേണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലെ. നമുക്ക് പേടിയാണ് ഓരോ അറിവ് കിട്ടുമ്പോഴും നാളെ നമ്മൾ എന്താണ് എന്നുള്ളത് എല്ലാം നമുക്ക് കിട്ടുമെന്നുള്ള ഒരു ഭയം അല്ലെ. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതെല്ലാം എളുപ്പമാക്കി തരട്ടെ. നമുക്ക് നമ്മുടെ സഹപാഠികളോടും അല്ലെ, നമ്മുടെ ആ ഒരു മനുഷ്യ ബന്ധങ്ങൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ട് അല്ലെ, ആ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അതിന്റെ ആ ഒരു പെർഫെക്റ്റോട് കൂടിയിട്ട് അത് പൂർണ്ണമായിട്ടും അള്ളാഹുവിനോടുള്ള ഇബാദയും മറ്റ് നമ്മുടെ സഹപ്രവർത്തകരോടുള്ള സഹപ്രവർത്തകരോടുള്ള ആ ഒരു സ്നേഹവും എല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ നമ്മൾ അതിനെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് അള്ളാഹുവിനെ കാണാനും അല്ലെ, ആ ഒരു സ്വർഗത്തിൽ എത്താനും ഒക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്തരത്തിലുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ റബ്ബ്. ആമീൻ. അതുപോലെ നമ്മുടെ ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലെ, നമ്മളിപ്പോ കേട്ടതാണ്, ഇപ്പൊ കഴിഞ്ഞ ന്യൂസ് കണ്ടതാണ് ഗസയിൽ ഇപ്പൊ സംഭവിച്ചത് അല്ലെ. ആ കരാറൊക്കെ നിർത്തിയിട്ട് വീണ്ടും അവിടെ
വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിക്രൂരമായിട്ടുള്ള ഒരു ബോംബിടലും അല്ലെ. ഈ ഒരു റമദാനിലെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. 200-ൽ പരം ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ അവരെ നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ടും അല്ലെ. ഇപ്പൊ നമ്മുടെ മക്കള് അല്ലെ, നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ അല്ലെ, നമുക്കത് നമ്മളുടെ ആയിട്ട് കാണാൻ കഴിയണം അല്ലെ. അത് മറ്റുള്ളവരുതാണെങ്കിലും അല്ലെ, നമ്മളത് അവരുതല്ലേ എന്നുള്ള ഒരു ഇതല്ല, നമ്മളെല്ലാം ഒന്നാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ ഈ ഒരു റമദാനിന് നമ്മൾ ശ്രദ്ധിക്കണം. ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അല്ലെ, നമ്മുടെ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദ ഏത് തരത്തിലാണോ നമ്മൾ ഈ മനുഷ്യന്മാർക്ക് ഈ ഒരു നമ്മളെ ഖലീഫയായിട്ട് അല്ലെ, ഈ ഒരു അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് ഈ ഒരു ഭൂമിയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ അള്ളാഹു ആ ഒരു സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള, മനുഷ്യരിൽ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു നന്മ നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. നന്നായിട്ടൊരു മണിക്കൂർ ക്ലാസ് എടുത്തു അല്ലെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പിന്നെ പറഞ്ഞ സഹാബി ബിലാൽ റളിയല്ലാഹു അൻഹു. ആര്? ബിലാൽ റളിയല്ലാഹു അൻഹു. അതെ അതെ, ബിലാൽ റളിയല്ലാഹു അൻഹു.